അങ്ങനെ അയൺ ഹാർട്ട് എന്ന സീരീസിൻ്റെ 3 എപ്പിസോഡുകൾ ഇപ്പം റിലീസായിട്ടുണ്ട്. സോ ഈ ഒരു 3 എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ മാർവലിൻ്റെ മറ്റുള്ള അവരാദമിച്ച സീരീസ് പോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഐ വാസ് റൈറ്റ്. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ആൻ അവരാദം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് 3 എപ്പിസോഡാണ് റിലീസായിരിക്കുന്നത്. ഇനി 3 എപ്പിസോഡുകൾ കൂടെ റിലീസാവാനുണ്ട്. സോ ആ ഒരു 3 എപ്പിസോഡും കൂടെ കണ്ട് മൊത്തത്തിൽ ഒരു സീരീസ് കണ്ടാലേ നമുക്ക് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് പറയാൻ കഴിയത്തുള്ളൂ. നോ വി കാൺ ജഡ്ജ് ഇറ്റ് റൈറ്റ്. സോ എന്താണെങ്കിലും ഈ 3 എപ്പിസോഡ് കണ്ടിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ചുമ്മാ ഒരു പ്ലെയിൻ സ്റ്റോറി പോലെ തോന്നും. ലാഗ് വളരെ തോന്നി. പിന്നെ ക്യാരക്ടർ സെൻട്രിക്കാണ്. ഐ മീൻ ഇറ്റ്സ് ഒബ്വിയസ്ലി അബൌട്ട് അയൺ ഹാർട്ട്. സോ ഷീ ഈസ് ദ മെയിൻ ലീഡ് ഇൻ ഇറ്റ്. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ. പിന്നെ വില്ലൻ്റെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ ദ ഹുഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് മേജർ പ്ലോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ദാറ്റ് ഒരു പെർഫെക്റ്റ് അയൺമാൻ സ്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ക്യാഷ് റെഡിയാക്കാൻ നോക്കുകയാണ്. സോ അങ്ങനെ ഒരു ക്രിമിനൽ ഓർഗനൈസേഷനിൽ ഷീ വിൽ എൻഡ് അപ്പ് ആൻഡ് ഷീ വിൽ ഗോ ഫോർ ഹൈസ്റ്റ് വിത്ത് ദം ആൻഡ് ഓൾ. ആൻഡ് സ്റ്റോറി ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് ഇടയ്ക്കൊരു ചെറിയ ട്രാജഡിയൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടാൽ മതി സീരീസ്. ആൻഡ് ഇതിൽ മെഫിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർവൽ ഒഫീഷ്യലി. അതും സാഷ ബാരൻ കോരനാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ കൊണ്ട് അതിൽ കുറച്ച് ഹൈപ്ഡാണ് ഞാൻ. എന്താണെങ്കിലും നമുക്കെല്ലാവർക്കും മാർവലിൻ്റെ ആ ഒരു ഗോൾഡൻ എറയിലോട്ട് തിരിച്ച് പോകണമെന്നാണ്. സോ വി ആർ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഡു ഫോളോ ഫോർ മോർ.